അനുഭവ സ്മരണകൾ എന്ന ഒരു പരമ്പരയിൽ ഞാൻ ഒരു യുക്തിവാദി എന്ന നിലക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ചില പ്രശ്നങ്ങളാണ് ഇതിനു മുമ്പ് ചില വീഡിയോകളിലൂടെ അവതരിപ്പിച്ചത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എൻ്റെ ബാല്യകാലത്തെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ കൂടി അനുസ്മരിക്കാനാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുട്ടിക്കാലത്ത് ഞാൻ എല്ലാ മേഖലയിലും വെറും ഒരു ശരാശരിക്കാരനായ കുട്ടിയായിരുന്നു. കുട്ടിക്കാലത്ത് മാത്രമല്ല, ഇന്നു വരെയുള്ള എൻ്റെ ജീവിതത്തിലെ എല്ലാ കാലത്തും ഞാനൊരു ശരാശരിക്കാരൻ മാത്രമാണ്. ശരാശരിയിൽ നിന്നും വളരെ താഴെയുമായിരുന്നില്ല, ശരാശരിക്ക് ഒട്ടും മുകളിലും ആയിരുന്നില്ല എൻ്റെ സ്ഥാനം. അതുകൊണ്ട് തന്നെ ഞാൻ നാട്ടിലായാലും പഠിക്കുന്ന വിദ്യാലയത്തിലായാലും എവിടെയായാലും അങ്ങനെ മറ്റുള്ളവരാൽ പ്രത്യേകം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വ്യക്തിയോ ഒന്നും ആയിരുന്നില്ല. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഞാൻ വളരെ സൗമ്യനായിട്ട് അന്തർമുഖനായിട്ട് തലയും താഴ്ത്തി നടക്കുകയും ക്ലാസ് മുറികളിലൊക്കെ ഏതെങ്കിലും ഒരു മൂലയിൽ ആരോടും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ മിണ്ടാതിരിക്കുകയും ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അധ്യാപകർ പോലും എന്നെ കാര്യമായി ശ്രദ്ധിച്ചിരുന്നില്ല. ഒന്നുകിൽ വികൃതി കാണിക്കുന്ന കുട്ടികളായിരിക്കണം, അല്ലെങ്കിൽ നന്നായി പഠിക്കുന്ന കുട്ടികളായിരിക്കണം, എങ്കിലേ അധ്യാപകർ ശ്രദ്ധിക്കുകയുള്ളൂ. ഇത് രണ്ടുമല്ലാത്ത ഒരു ശരാശരിക്കാരനായ ഒരു അന്തർമുഖൻ ആയതുകൊണ്ട് തന്നെ എന്നെ ആരും ശ്രദ്ധിച്ചിരുന്നില്ല. എന്നാൽ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ കുറച്ച് കുസൃതിയും കുറച്ച് വികൃതിയൊക്കെ കാണിച്ചിരുന്നു. അതും വലിയ തോതിലുള്ള വികൃതിയല്ല, എന്നാലും ഒരു ശരാശരിക്ക് മുകളിൽ വികൃതിയൊക്കെ കാണിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം വളരെയധികം വ്യത്യസ്തമായിരുന്നു. പുറത്തിറങ്ങിയാൽ ഞാൻ അന്തർമുഖനും സൗമ്യനുമൊക്കെ ആണെങ്കിലും വീട്ടിൽ കുറച്ച് അഗ്രസീവായിട്ടൊക്കെ പെരുമാറിയിരുന്നു. ഇത് എൻ്റെ ഇപ്പോഴത്തെ ജീവിതത്തിൽ ഇതേ സ്വഭാവം നിങ്ങൾക്കൊരു പക്ഷേ ശ്രദ്ധിക്കാൻ കഴിയും. ഞാനിപ്പോൾ ഒരു സ്റ്റേജിലൊക്കെ കയറി യുക്തിവാദികളോടൊക്കെ പ്രസംഗിക്കുകയാണെങ്കിൽ ഞാൻ വളരെ തീവ്രവാദിയാണെന്നും ഞാനൊരു വളരെ അഗ്രസീവായിട്ടുള്ള ഒരാളാണ് എന്നും ഈ പ്രസംഗം മാത്രം കേൾക്കുന്ന ആളുകൾക്ക് തോന്നും. പക്ഷേ ഞാൻ പുറത്ത് ജീവിതത്തിൽ മറ്റുള്ളവരോട് ഇടപഴകുന്നത്, എന്നെ നേരിട്ട് ബന്ധപ്പെടുന്ന ആളുകൾക്ക് ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആളായിട്ടാണ് ഞാൻ അനുഭവപ്പെടുക. ഞാൻ വളരെ സൗമ്യമായിട്ടും മൃദുവായിട്ടുമാണ് ആളുകളോട് പെരുമാറാറുള്ളത്. അല്ലാതെ ഒരു അഗ്രസീവായിട്ടുള്ള ഒരു പെരുമാറ്റം ആരോടും ഞാൻ എടുക്കാറില്ല. അങ്ങനെ ഉള്ളൊരു ശരാശരി വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ടാണ് ഞാൻ ചെറുപ്പം മുതലേ ജീവിച്ചു വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ എനിക്ക് പ്രത്യേകിച്ച് ഒരു കഴിവും ഇല്ല എന്നതുകൊണ്ട് തന്നെ, ശ്രദ്ധിക്കപ്പെടാൻ ആഗ്രഹങ്ങൾ ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ഞാൻ ഒരു മേഖലയിലും പ്രത്യേകം എന്തെങ്കിലുമൊക്കെ പരിശീലനം നേടി എന്തെങ്കിലുമൊക്കെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ ശ്രമിച്ചിട്ടുമില്ല. അങ്ങനെ ജീവിതത്തോട് തന്നെ അങ്ങനെ ഒരു വലിയ ആർത്തിയൊന്നുമുള്ള ഒരു പ്രകൃതക്കാരനല്ല ഞാൻ. എന്തെങ്കിലുമൊക്കെ ആയിത്തീരണമെന്ന ആഗ്രഹമൊന്നും എനിക്ക് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു മോഹം വെച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നതും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ആളായി മാറിയത് വളരെ യാദൃച്ഛികമായിട്ട് സംഭവിച്ച ഒന്നാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ആ ഒരു ശരാശരി ഒഴുക്കിനിടയിൽ പെട്ടെന്ന് ഒരു ടേണിംഗ് പോയിൻ്റ് പോലെ ഒരു സംഭവം ഉണ്ടാവുകയും അത് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നൊരു വല്ലാത്ത തള്ളലും പ്രഷറും എന്നിൽ ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ടാണ് ഞാനൊരു മതവിമർശകനൊക്കെ ആയിട്ട് മാറിയത്. അതിലൂടെയും ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണമെന്നോ അല്ലെങ്കിൽ എന്നെ ഒരുപാട് ആളുകൾ അറിയണമെന്നോ ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ ഈ ഒരു ആശയം എൻ്റെ മനസ്സിൽ എനിക്ക് സത്യമെന്ന് തോന്നിയ ഈ ഒരു ആശയം പരമാവധി ആളുകൾക്ക് പകർന്നു നൽകണമെന്നുള്ള ഒരു വാശിയും ശാഠ്യവും ഒക്കെ എൻ്റെ അതൊരു മനസ്സാക്ഷിയുടെ തള്ളൽ പോലെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് ജീവിതം കുറച്ച് ബുദ്ധിമുട്ടിയാലും ശരി, ചിലപ്പോൾ ജീവൻ തന്നെ അപകടത്തിലായാലും ശരി, ഈ കാര്യം ചെയ്തേ ഒക്കൂ എന്നുള്ള ഒരു രീതിയിൽ ഞാൻ കുറച്ച് സാഹസികമായിട്ട് ഈ ഒരു രംഗത്ത് കുറച്ച് കാലം പ്രവർത്തിച്ചിട്ടുണ്ട് എന്നതൊഴിച്ചാൽ ഒരു ശരാശരിക്കാരനിൽ നിന്നും വ്യത്യസ്തമായിട്ടൊന്നും എൻ്റെ ജീവിതത്തിൽ ആരോടും പങ്കുവെക്കേണ്ടതായിട്ട് ഉണ്ടായിട്ടില്ല. ഞാൻ പറയാൻ പോകുന്നത് മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. അത് എന്താണ് വിഷയം എന്നുള്ളത് ഞാൻ ഈ അനുഭവം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പറയാം. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ വീട്ടിലെത്തിയാൽ വികൃതി കുട്ടിയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ഒരു ഓണം വെക്കേഷൻ സമയത്താണെന്നാണ് എൻ്റെ ഓർമ്മ. വീട്ടിൽ മുറ്റത്ത് ഇങ്ങനെ തട്ടിക്കളിക്കുകയായിരുന്നു. ഒരു ടിന്ന് തട്ടി കളിച്ചുകൊണ്ടിരിക്കുക വെറുതെ. അന്ന് തട്ടിക്കളിക്കാൻ നമുക്ക് പന്ത് ഒന്നുമില്ല, പൈസ കൊടുത്ത് വാങ്ങുന്ന ഒരു കളിപ്പാട്ടവും ജീവിതത്തിൽ നമുക്കൊന്നും കിട്ടിയിട്ടില്ല. കാരണം ദാരിദ്ര്യത്തിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു. അതൊന്നും പൈസ കൊടുത്ത് വാങ്ങിത്തരാനൊന്നുമുള്ള കഴിവ്
നമ്മുടെ രക്ഷിതാക്കൾക്കുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, അങ്ങനെ കുട്ടികളെ കളിക്കുന്നത് തന്നെ ഇഷ്ടമില്ലാത്തവരായിരുന്നു വാപ്പയും ഉമ്മയൊക്കെ. ഞാൻ എന്ത് കളിക്കുകയാണെങ്കിലും വാപ്പ ചീത്ത പറയും. വൈകുന്നേരം എങ്ങോട്ടെങ്കിലും കളിക്കാൻ പോയാൽ ചീത്ത പറയും. വീട്ടിൽ നിന്ന് എന്തെങ്കിലും കളിച്ചാൽ ചീത്ത പറയും. അങ്ങനെ കളിയോട് വലിയൊരു അലർജിയുള്ള വാപ്പയും ഉമ്മയും ഒക്കെ ആയിരുന്നു. പിന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പഠിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചീത്ത പറയുകയും പേടിപ്പിക്കുകയും ചെയ്യുക എന്നല്ലാതെ ഒരു സ്നേഹത്തോടെ വാത്സല്യത്തോടെ നമ്മൾക്കൊരു താല്പര്യം തോന്നുന്ന രീതിയിലുള്ള ഒരു പ്രചോദനം നൽകുന്ന രീതിയിലുള്ള സമീപനം പോലും അന്ന് ഉണ്ടായിരുന്നില്ല. അങ്ങനെ മുറ്റത്ത് ഈ ടിന്ന് തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അനിയത്തി അതുവഴി ഓടി. അപ്പോൾ ഈ ഞാൻ തട്ടിയ ടിന്ന് പൊങ്ങിപ്പോയിട്ട് അതിനെ ക്രോസ് ചെയ്ത് ഓടുന്ന അനിയത്തിയുടെ ദേഹത്ത് കൊണ്ടു അവളുടെ ശരീരത്തിൽ ചെറിയൊരു മുറിവ് സംഭവിച്ചു. അതോടുകൂടി അവളങ്ങ് വാവിട്ട് കരഞ്ഞു. അങ്ങനെ ആ കരച്ചിൽ കേട്ടുകൊണ്ട് ഉമ്മയൊക്കെ ഓടി വന്ന്, കുറച്ച് കഴിഞ്ഞ് വാപ്പ വന്ന്, അവൾ കുറേ സമയം കരഞ്ഞു. അങ്ങനെ ഞാൻ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അബദ്ധത്തിൽ അവളുടെ ദേഹത്ത് തട്ടിയതാണ്. ഞാൻ അവിടെ ഒരു കുറ്റവാളിയല്ല, പക്ഷേ ഞാനൊരു വലിയ ഭീകരനായ കുറ്റവാളി, ഞാനെന്തോ അവളെ ആക്രമിച്ചു എന്ന മട്ടിൽ വാപ്പയും ഉമ്മയും ഒക്കെ എന്നെ വലിയ തോതിൽ ചീത്ത പറയുകയും, വാപ്പ ഒരു വടിയെടുത്ത് കൊണ്ടുവന്നിട്ട്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ അന്ന്, വലിയ വലിപ്പമൊന്നുമില്ല, ചെറിയ കുട്ടിയാണ്, എന്നെ നന്നായിട്ട് അടിക്കുകയും ചെയ്തു. അതിനു മുമ്പും ഇടയ്ക്കൊക്കെ ഇതുപോലെ എന്തെങ്കിലും വികൃതി കാണിച്ചാലൊക്കെ വാപ്പ അടിക്കാറുണ്ടായിരുന്നു. ഈ അടി കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള അടിയായിരുന്നു. പക്ഷേ അടി കൊള്ളാൻ മാത്രം ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് തന്നെ അത് ആ അടിയുടെ വേദനയേക്കാൾ കൂടുതൽ അത് എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. ആ വേദന കാരണം ഞാൻ അന്ന് തന്നെ ഒരു സാഹസം ചെയ്തു. വാപ്പയൊക്കെ അത് കഴിഞ്ഞ് വാപ്പയൊക്കെ വീട്ടിൽ നിന്ന് പോയി വേറെന്തോ ആവശ്യത്തിന് പുറത്തു പോയ സമയത്ത് ഞാൻ വാപ്പായുടെ പത്തായത്തിൽ പൂട്ടി വെച്ചിട്ടുള്ള പണപ്പെട്ടിയിൽ നിന്ന്, അന്ന് ഓണത്തിനൊക്കെ കിട്ടിയ കുറച്ച് ശമ്പളമൊക്കെ കിട്ടിയ സമയമായിരുന്നു, അതിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് പോക്കറ്റിലിട്ട് അവിടുന്ന് ഷർട്ടും മുണ്ടുമൊക്കെ മാറ്റി ആരും കാണാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി. വീട്ടിൽ നിന്നിറങ്ങി ഞാൻ നേരെ നടന്നു. ഒരു 3-4 കിലോമീറ്റർ നടന്ന് ആനക്കയം എന്ന് പറയുന്ന സ്ഥലത്തെത്തും. അവിടെ എത്തി. അവിടെ നിന്ന് തിരൂരിലേക്ക് ബസ് കയറി തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് അടുത്ത ട്രെയിൻ ഏതാണ് എന്ന് അന്വേഷിച്ചു. അന്നെനിക്ക് ട്രെയിനും കയറേണ്ടത് എങ്ങനെയൊന്നും അറിയില്ല. ഞാൻ അതുവരെ ട്രെയിനിൽ കയറിയിട്ടില്ല. ടിക്കറ്റ് എടുക്കേണ്ടത് എങ്ങനെയൊന്നും അറിയില്ല. അതൊക്കെ ഞാൻ അവിടെ പോയി അന്വേഷിച്ച് അടുത്ത ട്രെയിൻ വരുന്നത് മദ്രാസ് മെയിലാണ് എന്നറിഞ്ഞു. അങ്ങനെ മദ്രാസ് മെയിലിൽ പോകാൻ വേണ്ടി ഒരു മദ്രാസ് ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് എടുത്തു. ഒരു ഹാഫ് ടിക്കറ്റാണ് എടുത്തതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അങ്ങനെ ടിക്കറ്റ് എടുത്ത് മദ്രാസ് മെയിൽ വന്ന് ഞാൻ അതിൽ കയറി. ഞാനന്ന് വളരെ ചെറിയ കുട്ടിയാണ്. എന്നെ കണ്ടാൽ തന്നെ ആളുകൾക്കറിയാം അങ്ങനെ ഒറ്റയ്ക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാനുള്ള പ്രായമൊന്നും എനിക്ക് ആയിട്ടില്ല എന്നുള്ളത് യാത്രക്കാർക്ക് തന്നെ പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും. അങ്ങനെ ട്രെയിനിൽ കയറി ഞാൻ സീറ്റിൽ ഇരിക്കുമ്പോൾ അടുത്തിരിക്കുന്ന ആളുകളൊക്കെ എന്നെ ഇങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്നോട് പലതും ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരാൾ എൻ്റെ അടുത്ത് വന്നിരുന്നു, കുറച്ച് പ്രായമുള്ള ഒരാൾ അടുത്ത് വന്നിരുന്ന് എന്നോട് കാര്യങ്ങൾ ഓരോന്നോരോന്ന് ചോദിച്ചു. ഞാൻ കുറച്ചൊക്കെ നുണകൾ പറഞ്ഞു. പക്ഷേ അത് അയാളുടെ ചോദ്യം ചെയ്യലിൽ എൻ്റെ നുണകൾ ചിലതൊക്കെ പൊളിഞ്ഞു. അപ്പോൾ അയാൾക്ക് മനസ്സിലായി ഞാൻ ആരാണ്, എവിടെ നിന്നാണ് വരുന്നതെന്ന്, എൻ്റെ മേൽവിലാസം ഇന്നയാളുടെ മകനാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ അയാൾ മഞ്ചേരിക്കാരനായിരുന്നു. മഞ്ചേരിക്കാരനായതുകൊണ്ട് തന്നെ എൻ്റെ വാപ്പാനെയൊക്കെ അയാൾക്ക് ചെറിയ തോതിൽ കേട്ട് പരിചയമുണ്ട്. അപ്പോൾ അയാൾക്ക് മനസ്സിലായി ഞാൻ അയാളോട് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അടുത്തേക്ക് പോവുകയാണ് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതൊരു കൂട്ടുകാരൻ്റെ അടുത്തേക്കുള്ള പോക്കല്ല. മദ്രാസ് നഗരത്തിൽ ഈ ഒരു പ്രായത്തിൽ ഞാനവിടെ ചെന്നിറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ബുദ്ധിമുട്ടിലാവും എന്നൊക്കെ അയാൾക്ക് അറിയാവുന്നതുകൊണ്ട് അയാൾ ട്രെയിൻ ഏതാണ്ട് ഒലവക്കോട് എത്താറാവുന്നതിന് മുമ്പ് തന്നെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പോയി ആ ട്രെയിനിലുണ്ടായിരുന്ന പോലീസുകാരുമായിട്ട്, അന്ന് റെയിൽവേ പോലീസിൻ്റെ ആളുകൾ ട്രെയിനിലൊക്കെ ഉണ്ടാവും, അവരുമായിട്ടൊക്കെ സംസാരിച്ചോ എന്തോ എന്നറിയില്ല. ഒലവക്കോട് സ്റ്റേഷനിലെത്തിയ ഉടനെ 2-3 പോലീസുകാർ വന്ന് എന്നെ ആ ട്രെയിനിൽ നിന്ന് പിടിച്ചിറക്കി അവർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി, റെയിൽവേ പോലീസിൻ്റെ. അപ്പോൾ മദ്രാസിലേക്ക് ടിക്കറ്റ് എടുത്ത് ട്രെയിൻ കയറിയ എന്നെ തിരൂരിൽ നിന്ന് ഒലവക്കോട് വരെ യാത്ര ചെയ്തപ്പോഴേക്ക് പോലീസ് പിടിച്ച് അവർ സ്റ്റേഷനിൽ കൊണ്ടുപോയി. അവിടുന്ന് SI കുറച്ച് കണ്ണൊക്കെ ഉരുട്ടി എൻ്റെ അടുത്ത് കുറേ ഷൗട്ട് ചെയ്ത്
എന്താണ് എങ്ങനെയൊക്കെ ചോദിച്ചു. പിന്നെ എനിക്ക് നിൽക്കക്കള്ളിയില്ല, ഏതായാലും ട്രെയിനിൽ നിന്ന് ഇറങ്ങിയ സ്ഥിതിക്ക് പിന്നെ എനിക്ക് ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, കാര്യങ്ങൾ സത്യം തുറന്ന് പറയുക, തുറന്ന് പറഞ്ഞിട്ട് എന്താണ് സംഭവിക്കുന്നത് അതനുസരിച്ച് ചെയ്യുക, അല്ലാതെ ഇനി നുണ പറഞ്ഞിട്ട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് അപ്പോൾ അവർ എന്നെ പിടിച്ചവിടെ പോലീസ് സ്റ്റേഷനിൽ ലോക്കപ്പ് പോലെയുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നു, അതിനകത്ത് ആക്കി. എന്നിട്ട് എൻ്റെ അടുത്തുനിന്ന് പിന്നെ വാപ്പായുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിച്ചു. അന്ന് ഇന്നത്തെ പോലെ ഫോണൊന്നുമില്ല, അവിടെയൊന്നും നമ്മുടെ നാട്ടിലൊന്നും ഫോണൊന്നും വന്നിട്ടില്ല. ആകെ കൂടി അന്ന് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് ഈ ടെലിഗ്രാമാണ്, കമ്പി അടിക്കുക എന്ന് പറയും. അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്ത ഒരു അഡ്രസ്സ് വെച്ചുകൊണ്ട് ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവർ എൻ്റെ വീട്ടിലേക്ക് ടെലിഗ്രാം ചെയ്തു. എന്നിട്ട് എന്നെ അവിടെ പിടിച്ച് ഇട്ടു. അന്ന് രാത്രി ഞാൻ അവിടെ ലോക്കപ്പിൽ കിടന്നു. ലോക്കപ്പിൽ മറ്റ് വേറെ 1-2 പിള്ളേരൊക്കെ മോഷണത്തിനും മറ്റുമൊക്കെ പിടികൂടിയ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ കൂടെ ഞാൻ അവിടെ കിടന്ന് കൊതുക് കടിച്ചിട്ട് ഉറക്കമൊന്നും വന്നില്ല. അപ്പോൾ വേറൊരു പോലീസുകാരൻ വന്നിട്ട് എന്നെ അവിടുന്ന് ലോക്കപ്പിൽ നിന്ന് കൊണ്ടുപോയി കൊതുക് കടിക്കാത്തൊരു മറ്റേ റൂമിലൊക്കെ കൊണ്ടുപോയിട്ട് കുറച്ച് സൗകര്യമൊക്കെ ചെയ്തു തന്നു. അങ്ങനെ ഞാൻ അവിടെ പോയി കിടന്നു. അന്ന് അവർ എനിക്ക് ഭക്ഷണമൊക്കെ തന്നു. പിറ്റേ ദിവസം രാവിലെയും അതുപോലെ ഭക്ഷണമൊക്കെ തന്ന് അന്ന് പിറ്റേന്ന് അവിടെ തന്നെ കഴിഞ്ഞു. രണ്ടാമത്തെ ദിവസം രാത്രി ഞാൻ ഉറങ്ങുമ്പോൾ എന്നെ പോലീസുകാർ വന്ന് തട്ടി വിളിച്ചു. അതുവരെ ഈ 2 ദിവസം ഞാൻ അവിടെ ലോക്കപ്പിൽ കഴിയുകയാണ്. അതിൻ്റെ ആയിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസയും മറ്റു സാധനങ്ങളൊക്കെ അവർ മേടിച്ച് വെച്ചിരുന്നു. അങ്ങനെ രാത്രിയിൽ എന്നെ തട്ടി വിളിച്ച് ഞാൻ കണ്ണ് വീഴ്ച്, തലേ ദിവസവും കൊതുകടിച്ചിട്ട് ഉറങ്ങാത്തത് കൊണ്ട് ഈ പിറ്റേ ദിവസം ഞാൻ നന്നായിട്ട് ഉറങ്ങുമായിരുന്നു അവിടെ ഒരു ബെഞ്ചിൽ കിടന്ന്. അപ്പോൾ കണ്ണൊക്കെ ഞാൻ കണ്ണ് വീഴ്ച് എണീറ്റ് നോക്കുമ്പോൾ അവിടെ 3 പേര് വന്ന് നിൽക്കുന്നു. ഒന്ന് എൻ്റെ വാപ്പ, ഒന്ന് എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ, മറ്റൊന്ന് എൻ്റെ അളിയൻ. ഈ 3 പേരും ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 3 പേരുടെയും മുഖത്തേക്ക് നോക്കുമ്പോൾ അതുവരെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ചയാണ് ഈ 3 പേരുടെയും മുഖത്ത് ഞാൻ കണ്ടത്. പ്രത്യേകിച്ച് വാപ്പാൻ്റെ മുഖത്ത്. എൻ്റെ വാപ്പ ഒരു സങ്കടപ്പെട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു ഭാവം ഞാൻ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല. വാപ്പ എന്ന് പറയുന്ന വാപ്പാൻ്റെ മുഖം എപ്പോഴും ദേഷ്യവും ചീത്ത പറച്ചിലും അങ്ങനെയുള്ള ഒരു അവസ്ഥ മാത്രമേ നമ്മൾക്ക് പരിചയമുള്ളൂ. കാരണം പ്രത്യേകിച്ച് മക്കളുടെ മുമ്പിൽ അങ്ങനെ മാത്രമേ പ്രകടിപ്പിക്കാറുള്ളൂ. അതിനപ്പുറത്തേക്ക് നമ്മളോട് ഒരു സ്നേഹമോ വാത്സല്യമോ പ്രകടിപ്പിക്കുക, ഇന്നത്തെ അച്ഛനമ്മമാർ മക്കളെ ലാളിക്കുന്നത് പോലെ മക്കളെ ലാളിക്കുക, ഇതൊന്നും എൻ്റെ വാപ്പ ചെയ്തിരുന്നില്ല. അന്ന് അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മക്കൾ ചീത്തയായി പോകുന്നുള്ള ഒരു ധാരണയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരിക്കൽ പോലും കരഞ്ഞിട്ടൊന്നും കണ്ടിട്ടില്ലാത്ത എൻ്റെ വാപ്പ കണ്ണൊക്കെ ചുവന്ന് കണ്ണിൽ നിന്നൊക്കെ ഇങ്ങനെ കണ്ണുനീരൊഴുകുന്ന ഒരു വാപ്പായുടെ മുഖം കണ്ടു. ഒപ്പം തന്നെ ജ്യേഷ്ഠനും കരയുന്നു, അളിയനും കരയുന്നു. ഈ 3 മനുഷ്യരും കരയുന്നത്, ജ്യേഷ്ഠൻ പിന്നെ കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാനൊക്കെ വികൃതി കാട്ടിയിട്ട് ചില സമയത്ത് കരയുന്നുണ്ട്. പക്ഷേ ഈ അളിയനും വാപ്പയൊക്കെ കരയുന്ന ഒരു കാഴ്ച ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെ അവിടുന്ന് അവർ എന്നെ കൂട്ടി അവിടുന്ന് ഞങ്ങൾ എങ്ങനെയൊക്കെ ബസ്സിലൊക്കെ കയറി നാട്ടിലേക്ക് തിരിച്ച് പോന്നു. ഈ ഒരു സംഭവം എൻ്റെ മനസ്സിലും എൻ്റെ കുടുംബത്തിലുമൊക്കെ ഒരു വലിയ വഴിത്തിരിവുണ്ടാക്കി എന്നുള്ളതാണ് ഈ ഒരു അനുഭവത്തിലൂടെ എനിക്ക് പ്രത്യേകിച്ച് പങ്കുവെക്കാനുള്ളത്. അത് ഞാൻ ഈ പറഞ്ഞ കാര്യമാണ്. ഒന്ന്, വാപ്പയും മക്കളും തമ്മിലുള്ള, അച്ഛനും മക്കളും തമ്മിലുള്ള ഒരു പാരൻറ്റിങ്ങിൻ്റെ ബന്ധം നമ്മളുടെയൊക്കെ മുൻ തലമുറ വളരെ അശാസ്ത്രീയമായിട്ടും വളരെ പ്രാകൃതമായ രീതിയിലുമാണ് കൈകാര്യം ചെയ്തു വന്നിരുന്നത്. അത് അവരുടെ അജ്ഞത കൊണ്ടാണ്. ഈ സംഭവം ഉണ്ടാകുന്നത് വരെ എൻ്റെ വാപ്പ എന്ന് പറയുന്ന ഒരു മനുഷ്യന് ഒരു മനുഷ്യപ്പറ്റുണ്ടെന്നോ മക്കളോടൊക്കെ സ്നേഹവും വാത്സല്യവും ഉണ്ടെന്നോ അല്ലെങ്കിൽ അവർക്ക് ഈ ദുഃഖവും സങ്കടവും പോലുള്ള വികാരങ്ങളൊക്കെ ഉണ്ട് എന്നോ ഒന്നും ഞാൻ തിരിച്ചറിഞ്ഞിരുന്നില്ല. കാരണം അങ്ങനെ തിരിച്ചറിയാനുള്ള ഒരു അനുഭവം നമുക്ക് ഉണ്ടായിരുന്നില്ല. എപ്പോഴും ചീത്ത പറയുക, ശിക്ഷിക്കുക, അടിക്കുക, ഷൗട്ട് ചെയ്യുക, എന്ത് ചെയ്താലും കുറ്റം പറയുക എന്നല്ലാതെ നമ്മളോടൊരു സ്നേഹവും വാത്സല്യവും ഉള്ള ഒരു മനസ്സിൻ്റെ ഉടമയാണ് വാപ്പ എന്ന് ഒരിക്കൽ പോലും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ വാപ്പാൻ്റെ അന്നത്തെ ആ മുഖം, ആ കലങ്ങിയ കണ്ണുകളും കണ്ണിൽ നിന്ന് ഒഴുകുന്ന കണ്ണുനീരും
അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മുഖവും കണ്ടതോടുകൂടിയാണ് എൻ്റെ വാപ്പയും വികാര വിചാരങ്ങളൊക്കെയുള്ള ഒരു മനുഷ്യനാണ് എന്നും എൻ്റെ വാപ്പയും എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നും എൻ്റെ വാപ്പാക്ക് എന്നോട് വാത്സല്യമുണ്ട് എന്നുമൊക്കെ ഞാൻ തിരിച്ചറിയുന്നു. ആ ഒരു തിരിച്ചറിവ് ജീവിതത്തിലുണ്ടാക്കിയത് വലിയൊരു മാറ്റമാണ്. അതിനുശേഷം എൻ്റെ വീട്ടിൽ വാപ്പയും ഞാനും തമ്മിലുള്ള ബന്ധവും വാപ്പാക്ക് ഞങ്ങളുടെ മക്കളോടുള്ള ബന്ധത്തിലും ഒക്കെ തന്നെ വലിയ മാറ്റങ്ങളുണ്ടായി. വാപ്പതിന് ശേഷം ഒരിക്കൽ പോലും ജീവിതത്തിൽ എന്നെ അമിതമായി ശാസിക്കുകയോ ചീത്ത പറയുകയോ അടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഒരു ശിക്ഷയും പിന്നീടുണ്ടായില്ല. അന്ന് ഞാൻ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പിന്നീട് നമുക്ക് കുറേ കൂടി സ്വാതന്ത്ര്യം വീട്ടിൽ കിട്ടി. അത് വാപ്പായിലുണ്ടായ ഒരു തിരിച്ചറിവാണ്. ഒരു പക്ഷേ വാപ്പ മക്കളോട് പെരുമാറേണ്ടത് ഇങ്ങനെ അല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് അതിലൂടെ വന്നതുകൊണ്ട് വാപ്പ പെരുമാറ്റത്തിൽ മാറ്റം വരുത്തി. അതോടൊപ്പം തന്നെ എനിക്ക് വാപ്പാനോട് അതുവരെ ഇല്ലാത്ത ഒരു ഇഷ്ടവും സ്നേഹവും ബഹുമാനവും ഒക്കെ എൻ്റെ മനസ്സിൽ ആ ഒരു സംഭവത്തോടു കൂടി രൂപപ്പെട്ടു. പിന്നെ ഞങ്ങൾ വാപ്പ മക്കൾ തമ്മിലുള്ള ബന്ധത്തിൽ തന്നെ അതിനനുസരിച്ചുള്ള കുറേ മാറ്റങ്ങളുണ്ടായി. എനിക്ക് പല കാര്യങ്ങളിലും കുറേ കൂടി സ്വാതന്ത്ര്യമൊക്കെ വീട്ടിൽ കിട്ടി. പിന്നെ ഉമ്മയും ബാപ്പയൊക്കെ തന്നെ നമ്മൾ മുതിർന്ന മക്കളെ ആണ് അവരോട് ഇനി നമ്മൾ പെരുമാറേണ്ടത് പഴയതുപോലെ അല്ല എന്ന രീതിയിൽ പരസ്പരം ചർച്ച ചെയ്യുന്നതൊക്കെ ആ സമയത്ത് ഞാൻ കേട്ടതായിട്ട് പോലും ഓർക്കുന്നുണ്ട്. അതുപോലെ സ്കൂളിലെ മറ്റാവശ്യങ്ങൾക്കും കാര്യങ്ങൾക്കും നമ്മൾ എക്സ്കർഷൻ പോകാനൊക്കെ പൈസ ചോദിച്ചാൽ അന്ന് പൈസയൊന്നും ഇല്ല, എന്നാൽ പോലും ചെറിയ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ചോദിച്ചാൽ പൈസയൊന്നും മുമ്പ് തരുമായിരുന്നില്ല. പക്ഷേ ഈ സംഭവത്തിന് ശേഷം അങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ പറഞ്ഞാൽ ഉള്ള കഴിവിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ തരുന്ന രീതി, ഇതൊക്കെ പിന്നീട് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി. ഇത് ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു അനുഭവമാണ്. അന്ന് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് വാപ്പാൻ്റെ പെട്ടി തുറന്നിട്ട് പൈസ എടുത്തു എന്നുള്ളതാണ്. ജീവിതത്തിൽ ആദ്യത്തെയും അവസാനത്തെയും മോഷണമായിരുന്നു അത്. സ്വന്തം വാപ്പാൻ്റെ ആണെങ്കിൽ പോലും അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ പോലും അങ്ങനെ പൈസയൊക്കെ മോഷ്ടിക്കുക എന്ന് പറയുന്നത് വലിയൊരു തെറ്റാണെന്ന് അന്ന് അറിയാമായിരുന്നു. എങ്കിൽ പോലും അന്നത്തെ ആ ഒരു വാശിക്ക് വേറെ നിവൃത്തിയില്ലല്ലോ. നമുക്ക് നാട് വിട്ട് പോകണമെങ്കിൽ വണ്ടിക്കൂലിക്ക് പൈസ വേണമല്ലോ. അപ്പോൾ വേറെ പൈസ ഉണ്ടാക്കാൻ മറ്റു വഴിയൊന്നുമില്ല. വാപ്പാൻ്റെ പൈസ എടുത്തിട്ട് പോയി. പക്ഷെ അതിന് ശേഷം നമുക്ക് അത്യാവശ്യത്തിനൊക്കെ വാപ്പാൻ്റെ കഴിവനുസരിച്ച് പൈസയൊക്കെ തരാൻ തുടങ്ങി. ഞാൻ തന്നെ അനാവശ്യമായിട്ട് വാപ്പാനോടൊന്നും പൈസ ചോദിക്കാതെയായി. കാരണം വാപ്പാൻ്റെയൊക്കെ ഒരു സാമ്പത്തിക കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട് എന്നും വാപ്പാക്ക് എത്രയാണ് ശമ്പളം കിട്ടുന്നത് എന്നും ആ ശമ്പളം കൊണ്ട് ഈ വീട്ടിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട് എന്നും അപ്പോൾ നമുക്കതിൽ നിന്ന് കിട്ടേണ്ട വിഹിതത്തിന് എത്രമാത്രം പരിമിതി ഉണ്ട് എന്നുള്ളതൊക്കെ ഈ ഒരു സംഭവത്തിന് ശേഷമാണ് ഒരു യാഥാർത്ഥ്യബോധത്തോടു കൂടി തിരിച്ചറിയാൻ കഴിഞ്ഞത്. അതൊക്കെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കി. പക്ഷേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതൊന്നുമല്ല. ഈ ഒരു അനുഭവത്തിലൂടെ ഒരു അച്ഛനും മക്കളും തമ്മിലുള്ള ബന്ധം ഏത് തരത്തിലായിരിക്കണമെന്നും നമ്മൾ മക്കളെ വളർത്തുന്ന പാരൻറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു കാര്യം അത് ഏത് രീതിയിലായിരിക്കണം എന്നതു സംബന്ധിച്ചുള്ള കഴിഞ്ഞ തലമുറയുടെയും ഇപ്പോൾ എൻ്റെ തലമുറയുടെയും എനിക്ക് ശേഷമുള്ള തലമുറയുടെയുമൊക്കെ ആ ഒരു കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള വ്യത്യാസം, ആ വ്യത്യാസത്തെക്കുറിച്ചും അതിലേതു പക്ഷമാണ് ശരി എന്നതിനെക്കുറിച്ചും ഇന്ന് എനിക്കുള്ള ചില കാഴ്ചപ്പാടുകൾ പറയാൻ വേണ്ടി കൂടിയാണ് ഞാൻ എൻ്റെ ഈ അനുഭവം പറഞ്ഞത്. ആ കാലത്ത് എൻ്റെ വാപ്പാൻ്റെയൊക്കെ തലമുറയിൽപ്പെട്ട ആളുകൾ പൊതുവെ മക്കളെ ശിക്ഷിച്ച് വളർത്തുക, ശാസിച്ച് വളർത്തുക, അവരോട് സ്നേഹവും വാത്സല്യവും ഒരിക്കലും പ്രകടിപ്പിക്കാതിരിക്കുക, അവരെ ഭയപ്പെടുത്തി വളർത്തുക, ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ മക്കൾ വഴിതെറ്റാതെ നല്ല കുട്ടികളായിട്ട് വളരുകയുള്ളൂ എന്നതായിരുന്നു അന്നത്തെ ഒരു പൊതുബോധം. അത് കാരണം മനസ്സിലുള്ള സ്നേഹവും വാത്സല്യവും ഇഷ്ടവും ഒക്കെ മറച്ചു പിടിച്ചുകൊണ്ട് കുട്ടികളോട് വളരെ ക്രൂരമായിട്ട്, സ്വന്തം മക്കളോട് ക്രൂരമായിട്ട് പെരുമാറുന്ന അച്ഛനമ്മമാരെയാണ് ചുറ്റും നമ്മൾ കണ്ടിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായ ചില കുടുംബങ്ങൾ എൻ്റെയൊക്കെ നാട്ടിലുണ്ടായിരുന്നു. അവരെ വളരെ കൗതുകത്തോടു കൂടിയാണ്, അതിശയത്തോടു കൂടിയാണ് ഞാനൊക്കെ നോക്കിക്കണ്ടിരുന്നത്. ഇങ്ങനെയുണ്ടോ വാപ്പയും മക്കളും തമ്മിലിങ്ങനെ ചിരിച്ചും കളിച്ചും വർത്താനം പറഞ്ഞും തോളിൽ കൈയിട്ടും ഒന്നിച്ച് കളിച്ചുമൊക്കെ നടക്കുന്ന കാഴ്ച ചില കുടുംബങ്ങളിൽ, വളരെ അപൂർവമായ ചില കുടുംബങ്ങളിൽ കണ്ടപ്പോൾ അത് എനിക്ക് വല്ലാതെ ആകർഷണം തോന്നിയിരുന്നു അന്ന്. പക്ഷെ അത് ഞാൻ വളരെ അതിശയത്തോടു കൂടിയും കൗതുകത്തോടു കൂടിയാണ് നോക്കിയിരുന്നത്. പക്ഷേ എൻ്റെ വാപ്പയും അതുപോലെ ബഹുഭൂരിപക്ഷ ആളുകളും പറഞ്ഞിരുന്നതും കരുതിയിരുന്നതും മക്കളെ അങ്ങനെ വളർത്തിക്കഴിഞ്ഞാൽ മക്കൾ വഴിതെറ്റിപ്പോകുമെന്നാണ്. പക്ഷേ ഒരിക്കലും ആ ധാരണ ശരിയായിരുന്നില്ല എന്നാണ് അന്നത്തെ അനുഭവങ്ങളും എൻ്റെ സ്വന്തം അനുഭവങ്ങളും പിന്നീട്
ഞാൻ എൻ്റെ മക്കളെ വളർത്തിയതിലൂടെ അടുത്ത തലമുറയിൽ വന്നിട്ടുള്ള ആ മാറ്റത്തിലൂടെ എനിക്കുണ്ടായ അനുഭവങ്ങൾ. അതിനുശേഷം ഇപ്പോൾ എൻ്റെ മക്കളുടെയും അടുത്ത തലമുറ, ആ തലമുറയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ കുറച്ചുകൂടെയൊക്കെ ലോകപരിചയം നേടുകയും ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് അവിടെ എങ്ങനെയാണ് കുട്ടികളെ വളർത്തുന്നത്, അവിടെ എങ്ങനെയാണ് അധ്യാപകർ കുട്ടികളെ കൈകാര്യം ചെയ്യുന്നത്, ഇതൊക്കെ നേരിട്ട് നിരീക്ഷിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് നമ്മളെ അടുത്ത തലമുറയോട് ചെയ്തതുപോലും അത്ര ശരിയായിരുന്നില്ല, ഇതിനേക്കാളും ശരിയായിട്ടുള്ള രീതികൾ വേറെയാണ് എന്ന തിരിച്ചറിവൊക്കെ നമുക്കുണ്ടാവുന്നത്. അപ്പോൾ ഈ പാരൻറ്റിങ്ങിനെ കുറിച്ചുള്ള ഈ പ്രാകൃതമായിട്ടുള്ള ധാരണ, മക്കളെ വളർത്തേണ്ടത് ഭയപ്പെടുത്തിക്കൊണ്ടാണ് എന്നുള്ള ധാരണ യഥാർത്ഥത്തിൽ മക്കളുടെ വ്യക്തിത്വത്തെ തന്നെ വളരെയധികം നെഗറ്റീവായി ബാധിക്കുന്ന ഒരു ധാരണയാണ്. ഒരിക്കലും അങ്ങനെയല്ല നമ്മൾ മക്കളെ വളർത്തേണ്ടത് എന്നാണ് എനിക്കിതിലൂടെ പറയാനുള്ളത്. അങ്ങനെ മക്കളെ വളർത്തിയാൽ മക്കൾ വഴിതെറ്റിപ്പോകുമെന്നുള്ള ധാരണ തെറ്റാണ് എന്നതിന് ഞാൻ എൻ്റെ ജീവിതം ഒരു പരീക്ഷണമായി തന്നെ, വളരെ വിജയകരമായ ഒരു പരീക്ഷണമായി തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാവർത്തികമാക്കിയിട്ടുണ്ട് മക്കളുടെ കാര്യത്തിൽ. അപ്പം ഞങ്ങളുടെ മക്കളെ വളർത്തിയത്, ഞങ്ങൾ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഞാനും വൈഫും തമ്മിൽ ഒരു കരാറ് തന്നെ ഉണ്ട്. മക്കളെ വളർത്തുന്ന കാര്യത്തിലാണ് ഞങ്ങൾ ആദ്യം കരാറിലെത്തുന്നത്. ആ കരാറിൽ ഞങ്ങൾ പറഞ്ഞ കാര്യം തന്നെ മക്കളെ സ്വതന്ത്രരായിട്ട് വളർത്തുന്നതാണ്. ഒരു തരത്തിലും ഒരു കാര്യവും അടിച്ചേൽപ്പിക്കുകയോ ഈ മക്കളുടെ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മുറിവേൽപ്പിക്കുന്ന ഒരു ആചാരങ്ങൾ നടത്തുകയോ കാതുകുത്തലടക്കമുള്ള ആചാരങ്ങൾ നടത്തുകയോ ഒന്നും ചെയ്യില്ല. കുട്ടികളെ അവരെ സ്വതന്ത്രമായിട്ട് വളർത്തും എന്നുള്ളതായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള ഒരു കരാറ്. ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മക്കളെ സ്വതന്ത്രരായിട്ട് വളർത്തുകയും അതോടൊപ്പം തന്നെ ഈ മക്കളും അച്ഛനമ്മമാരും തമ്മിലുള്ള ആ ഒരു ബന്ധം എന്ന് പറയുന്നത് ഒരു സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും അങ്ങേയറ്റത്തെ സൗഹൃദത്തിൻ്റെയും ബന്ധമാക്കിയിട്ടാണ് ഞങ്ങളുടെ മക്കളെ വളർത്തിയത്. അങ്ങനെ മക്കളെ വളർത്തി കഴിഞ്ഞാൽ മക്കൾ നമ്മളെ വിട്ട് പോകുമെന്നോ അല്ലെങ്കിൽ മക്കൾ വഴിതെറ്റി പോകുമെന്നോ ഒക്കെയുള്ള ധാരണ തികച്ചും തെറ്റാണ് എന്നതിൻ്റെ ഏറ്റവും നല്ല പ്രായോഗികമായ അനുഭവ സാക്ഷ്യങ്ങളാണ് ഞങ്ങളുടെയൊക്കെ മക്കൾ. ഇന്നും ആ മക്കളിൽ നിന്ന് നമ്മൾക്ക് അനുഭവപ്പെടേണ്ടി വരുന്ന കാര്യങ്ങൾ വെച്ച് പറയാൻ കഴിയും. മക്കളിപ്പോൾ നമ്മളെ വിട്ട് പിരിഞ്ഞാണ് ജീവിക്കുന്നതെങ്കിൽ പോലും ഒരു ദിവസം പോലും അവർ നമ്മളുമായിട്ട് ബന്ധപ്പെടാതെ ഇരിക്കുന്നില്ല. മാത്രമല്ല, ഏതൊരു നിസ്സാരമായ കാര്യമാണെങ്കിൽ പോലും, വീട്ടിനകത്തുള്ള ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും അത് പണ്ട് മുതലേ ഞങ്ങൾ മക്കളുമായിട്ട് ചർച്ച ചെയ്ത്, എല്ലാവരും കൂടെ ചർച്ച ചെയ്ത്, എല്ലാവരുടെയും അഭിപ്രായങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നൊരു രീതി, ഒരു ജനാധിപത്യ രീതി ഞങ്ങൾ കുടുംബത്തിൽ നടപ്പിലാക്കുകയും അത് വളരെ ഫലപ്രദമാണ് എന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. കുട്ടികൾ ഒരിക്കലും നമ്മളുടെ താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കാതെ അവർക്ക് താല്പര്യമുള്ളത് എന്താണോ അതിനനുസരിച്ച് അവരെ ശരിയായ വഴിയിലേക്ക് തിരിച്ചുവിടുക. അവർക്ക് ഒരു തരത്തിലുള്ള അടിച്ചേൽപ്പിക്കലും അനുഭവപ്പെടാതെ തന്നെ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അവരെ വളർത്തുക. അവർക്ക് ആവശ്യമായ സ്വാതന്ത്ര്യം നൽകുക, എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യവും നൽകുക. അവരുടെ ഓരോ ആവശ്യങ്ങളും അവരുടെ ഓരോ അഭിപ്രായങ്ങളും നമ്മൾ പരിഗണിക്കുന്നു എന്ന തോന്നൽ അവരിൽ ഉണ്ടാക്കുക. ഇതൊക്കെയാണ് ഒരു കുടുംബജീവിതത്തിലെ ജനാധിപത്യം എന്ന് പറയുന്നത്. ആ ജനാധിപത്യപരമായ ഒരു കുടുംബ സംവിധാനത്തിൽ വളരുന്ന കുട്ടികൾ ഒരിക്കലും ആ കുടുംബത്തിൻ്റെ പൊതു കാഴ്ചപ്പാടിനപ്പുറത്തേക്ക് വഴിതെറ്റി പോകാനുള്ള ഒരു സാധ്യതയുമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ജീവിതാനുഭവം. സാമ്പത്തിക കാര്യങ്ങളിൽ പോലും ഞങ്ങൾ എടുത്ത ഒരു സമീപനം, ഇപ്പം ഞങ്ങൾ രണ്ടുപേരും ജോലിയുള്ളവരാണ്. അപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും വരുമാനം കൊണ്ടാണ് കുടുംബത്തിലെ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ മക്കളുടെ ആവശ്യങ്ങൾ എന്താണ് എന്നുള്ളത് കണ്ടറിഞ്ഞ് മക്കൾക്ക് ഞങ്ങൾ പൈസ കൊടുക്കുക എന്ന രീതിക്ക് പകരം ഞങ്ങൾ ചെയ്ത ഒരു കാര്യം എന്താ വെച്ചാൽ, വീട്ടിലെ രണ്ടുപേരുടെയും വരുമാനം ഒരുമിച്ച് ഞങ്ങളൊരു മക്കൾക്ക് കൂടി കയ്യെത്താവുന്ന ഒരു സ്ഥലത്ത്, അവർക്ക് കൂടി നേരിട്ട് കൈകാര്യം ചെയ്യാവുന്ന ഒരു സ്ഥലത്ത് വയ്ക്കുകയും അവരുടെ ആവശ്യത്തിന് അവരതിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ അവർക്ക് അനുവാദം കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ വന്നപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, അച്ഛനമ്മമാർക്ക് എത്ര വരുമാനമുണ്ട് എന്ന് കുട്ടികൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ആ വരുമാനം ഏതെല്ലാം കാര്യങ്ങൾക്ക് ചെലവഴിക്കുന്നു, അതിലെത്ര മിച്ചമുണ്ട് തുടങ്ങിയിട്ടുള്ള വീടിൻ്റെ ബഡ്ജറ്റിനെ കുറിച്ച് കുട്ടികൾക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ വളരെ വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവും. ആ ധാരണ അനുസരിച്ച് തങ്ങൾ ഏതൊക്കെ കാര്യത്തിനാണോ എത്രത്തോളം പൈസ എടുത്ത് ചെലവഴിക്കാം എന്നതിനെക്കുറിച്ചും അവർക്ക് സ്വമേധയാ ഒരു ബോധം ഉണ്ടാവും. നമ്മുടെ അനുഭവം അതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ ഒരു നയാ പൈസ പോലും അനാവശ്യമായിട്ട് അതിൽ നിന്ന്
എടുത്ത് ചിലവഴിച്ച ഒരു അനുഭവമില്ല. മറിച്ച് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി പലപ്പോഴും നമ്മൾ കണക്ക് കൂട്ടുന്നതിനേക്കാൾ കുറഞ്ഞ ബഡ്ജറ്റിൽ കാര്യങ്ങൾ അവർ നടത്തിക്കൊണ്ടു പോകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇപ്പം നമ്മൾ വീട്ടിൽ വളരെ നിസ്സാരമായിട്ടുള്ള ഒരു ടേബിൾ കർട്ടൻ വാങ്ങിക്കുകയാണെങ്കിൽ പോലും ആ ടേബിൾ കർട്ടൻ ഏത് കളർ വാങ്ങണം, എങ്ങനെയുള്ള തുണി വാങ്ങണം എന്നുള്ളത് വീട്ടിലുള്ള എല്ലാ മക്കളും ഞങ്ങൾ 4 പേരും കൂടെ ചർച്ച ചെയ്തിട്ട് അവരുടെ കൂടെ ഇഷ്ടം പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ വീട്ടിലേക്ക് വാങ്ങുക. ഞാൻ ടേബിൾ കർട്ടൻ എന്നുള്ള ഒരു ഉദാഹരണം പറഞ്ഞാണ്. ഇതുപോലെ എത്ര ചെറിയ കാര്യങ്ങളായാലും മക്കളുമായിട്ട് ചർച്ച ചെയ്തിട്ട് എല്ലാവരും കൂടെ തീരുമാനിച്ചിട്ടാണ് ചെയ്യുക. ഇതിനാണ് ജനാധിപത്യം എന്ന് പറയുക. അതുപോലെ തന്നെ ആൺകുട്ടി പെൺകുട്ടി എന്ന ആ ഒരു വ്യത്യാസം ഒരു കാര്യത്തിലും ഈ കുട്ടികൾ തമ്മിൽ അങ്ങനെ ഒരു ലിംഗപരമായിട്ടുള്ള വ്യത്യാസമോ വിവേചനമോ കാണിക്കാതെ കുട്ടികളെ വളർത്തുകയും അതിൻ്റെ ഒക്കെ ഫലമായിട്ട് ഈ ഞങ്ങൾ വളർത്തിയ 2 കുട്ടികൾക്കും നല്ല കോൺഫിഡൻസ്, നല്ല ആത്മവിശ്വാസത്തോടു കൂടി ഈ സമൂഹത്തിൽ എന്ത് പ്രശ്നങ്ങളെയും നേരിട്ട് ജീവിക്കാനുള്ള ഒരു കരുത്ത് സ്വയം നേടുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ ഒരു അനുഭവം. ഇന്നിപ്പോൾ മക്കൾക്കൊക്കെ 40 വയസ്സിന് അടുത്ത് പ്രായമുണ്ട്. അവരവരുടെ കുടുംബങ്ങളായിട്ട് ജീവിക്കുന്നു. അവരവരുടെ മക്കളോടും ഏതാണ്ട് ഇതുപോലെ അല്ലെങ്കിൽ ഇതിനേക്കാൾ കുറച്ചും കൂടെ മെച്ചപ്പെട്ട സമീപനമാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. കാരണം ഓരോ തലമുറ കഴിയുമ്പോഴും ഇത്തരം സമീപനങ്ങളിലൊക്കെ വലിയ മാറ്റങ്ങളുണ്ടാവും. എൻ്റെയൊക്കെ തലമുറയും എനിക്ക് മുമ്പുള്ള തലമുറയും മക്കളെ വളർത്തിയിരുന്ന രീതി, അവരുടെ ഒരു പാരൻറ്റിങ് രീതി അല്ല ഇന്ന് നമുക്ക് ശേഷമുള്ള തലമുറയിൽ നമ്മൾ കാണുന്നത്. അതിനനുസരിച്ച് തന്നെ കുട്ടികളുടെ വ്യക്തിത്വത്തിലൊക്കെ വലിയ മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെ കുട്ടിക്കാലത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ, ആ അനുഭവങ്ങൾ ഇന്നത്തെ കുട്ടികളുടെ അനുഭവങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മളൊക്കെ എത്രയോ ദരിദ്രമായ ഒരു കാലത്താണ് ജീവിച്ചത് എന്നത് നമുക്ക് മനസ്സിലാവും. ഇതൊക്കെ മറ്റൊരു വിഷയമായതുകൊണ്ട് ഞാൻ അടുത്ത ഒരു എപ്പിസോഡിൽ അതിനെക്കുറിച്ച് എൻ്റെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് പറയാം. എന്തായാലും പാരൻറ്റിങ്ങിനെ സംബന്ധിച്ചുള്ള ഈ ധാരണ സ്വയം തിരുത്തുന്നതിനും അത് തലമുറകൾ കഴിയുമ്പോൾ അത് മെച്ചപ്പെടുത്തി വരുന്നതിനുമൊക്കെ നമ്മളുടെ അറിവും ചിന്തയും അതോടൊപ്പം തന്നെ നമ്മുടെ ഇത്തരത്തിലുള്ള അനുഭവങ്ങളും നമുക്ക് വളരെയധികം ഉപകരിക്കും. ഈ ഒരു അനുഭവം എൻ്റെ പ്രേക്ഷകരോട് പങ്കുവെക്കുക എന്നുള്ളതായിരുന്നു ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. എൻ്റെ വാപ്പ എന്ന് പറയുന്ന വ്യക്തി എന്നെക്കാൾ ശരാശരിക്കാരനായിരുന്നു എല്ലാ കാര്യത്തിലും. കാരണം വാപ്പ ചെറുപ്പത്തിലെ സ്നേഹവും വാത്സല്യവും ഒന്നും കിട്ടാതെ അച്ഛനും അമ്മയൊക്കെ വളരെ ചെറുപ്പത്തിൽ മരിച്ചു പോയതിനെ തുടർന്ന് ഓർഫനേജിൽ പഠിക്കുകയും ആ ഓർഫനേജിലെ വളരെ കർക്കശവും തിക്തവുമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ വളരുകയും ചെയ്തതിൻ്റെ ഒരുപാട് വ്യക്തിത്വപരമായിട്ടുള്ള പ്രശ്നങ്ങൾ എൻ്റെ വാപ്പയ്ക്കൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരുപക്ഷെ എൻ്റെ വാപ്പയ്ക്ക് എന്നോടൊക്കെ പെരുമാറിയതിൻ്റെ ഈ ഒരു കാരണവും അതുതന്നെ ആയിരിക്കും. ഓർഫനേജിൽ പഠിച്ചിട്ട് അവിടെ നിന്ന് ആണ് അധ്യാപക ജോലിക്കൊക്കെ വേണ്ട യോഗ്യതയൊക്കെ നേടി വന്നിട്ട് ഒരു മാഷായിട്ട് ജോലി ചെയ്തത്. പക്ഷേ ഒരു മാഷ് എന്ന നിലക്ക് കുട്ടികളെ പഠിപ്പിക്കുന്ന, കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ പോലും ഇതേ മനോഭാവമായിരുന്നു എൻ്റെ വാപ്പയൊക്കെ തുടർന്നിരുന്നത്. വടിയെടുക്കുക, കുട്ടികളെ അടിക്കുക, ശിക്ഷിക്കുക, ചീത്ത വിളിക്കുക, ഒച്ചയിടുക എന്നല്ലാതെ ചെറിയ കുട്ടികളാണ് എൻ്റെ വാപ്പയൊക്കെ പഠിപ്പിച്ചത്. 1-ാം ക്ലാസ്സിലാണ് വാപ്പ പഠിപ്പിച്ചിരുന്നത്. ഞാൻ 1-ാം ക്ലാസ്സിൽ പഠിച്ചത് എൻ്റെ വാപ്പാൻ്റെ ക്ലാസ്സിലാണ്. അപ്പോൾ എന്നെ 1-ാം ക്ലാസ്സിൽ പഠിപ്പിച്ച അധ്യാപകൻ കൂടിയാണ് എൻ്റെ വാപ്പ. ഞാനും പിന്നീട് 1-ാം ക്ലാസ്സിലാണ് കൂടുതൽ കാലം പഠിപ്പിച്ചിട്ടുള്ളത്. ഞാനും ഒരു LP സ്കൂൾ അധ്യാപകനായിട്ട് ആണ് ജോലി ചെയ്തത്. അതിൽ തന്നെ മിക്കവാറും ഞാൻ ഈ 1-ാം ക്ലാസ്സിലാണ് ഞാനും പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ എൻ്റെ വാപ്പ 1-ാം ക്ലാസ്സിലെ കുട്ടികളെ കൈകാര്യം ചെയ്യുന്നതിൽ നിന്നും എത്രയോ വ്യത്യസ്തമായിട്ടാണ് ഞാൻ 1-ാം ക്ലാസ്സിലെ കുട്ടികളെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ആ ഒരു വ്യത്യാസം നമ്മളുടെ വ്യക്തിത്വത്തെ ബാധിച്ചതുപോലെ തന്നെ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളെയും ബാധിക്കുന്നതായിട്ട് അനുഭവത്തിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഒരിക്കലും കുട്ടികളെ ശിക്ഷിക്കുകയോ ശാസിക്കുകയോ അമിതമായിട്ട് നിയന്ത്രിക്കുകയോ ചെയ്തുകൊണ്ടല്ല നമ്മൾ ഈ ചെറിയ ക്ലാസ്സിലെയൊന്നും കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. മറിച്ച് കുട്ടികൾക്ക് അവരുടെ പ്രകൃതമനുസരിച്ച് ആ കുട്ടികളെ പരിഗണിച്ചുകൊണ്ട്, കുട്ടികളുടെ വികാരവിചാരങ്ങളെ പരിഗണിച്ചുകൊണ്ട് ഒരു കുട്ടിയുടെ മനസ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് മനഃശാസ്ത്രപരമായിട്ട് അറിവ് നേടിക്കൊണ്ടാണ് അധ്യാപകർ കുട്ടികളെ കൈകാര്യം ചെയ്യേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ അത്തരത്തിലുള്ള അറിവുകളൊന്നും കഴിഞ്ഞ തലമുറയിൽപ്പെട്ട അധ്യാപകർക്കോ വേണ്ട, ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ തലമുറയിൽപ്പെട്ട അധ്യാപകർക്ക് പോലും ആവശ്യമായ അളവിൽ കിട്ടിയിരുന്നില്ല. ഞാനൊക്കെ തന്നെ ഈ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത് ലോകത്തൊക്കെ ചുറ്റി സഞ്ചരിച്ച് അവിടേക്കുള്ള സ്കൂളുകളിലൊക്കെ പോയി കുട്ടികളെ കൈകാര്യം ചെയ്ത രീതിയൊക്കെ നേരിട്ട് കണ്ടപ്പോഴാണ്
നമ്മളൊക്കെ തുടർന്നു പോകുന്ന രീതി എത്രത്തോളം മനഃശാസ്ത്ര വിരുദ്ധമായിരുന്നു എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മുടെയൊക്കെ ധാരണ, ഈ വാപ്പാക്ക് മക്കളെക്കുറിച്ചുണ്ടായിരുന്ന ധാരണ പോലെ തന്നെയാണ് അധ്യാപകർ കുട്ടികളെ സ്നേഹിക്കുകയോ അല്ലെങ്കിൽ അവരെ ലാളിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരോട് അത്തരത്തിൽ കുട്ടികളുടെ പ്രകൃതം അനുസരിച്ച് പെരുമാറിക്കഴിഞ്ഞാൽ കുട്ടികൾ പഠിക്കില്ല, അവർ നന്നാവില്ല, അവർ മോശക്കാരാവും എന്ന ധാരണയായിരുന്നു അധ്യാപകർക്കും ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഈ അധ്യാപകരെപ്പോഴും വലിയ ശിക്ഷ നടപ്പിലാക്കുകയും കൊടും ഭീകരന്മാരായിട്ട് കുട്ടികളുടെ മുമ്പിൽ പെരുമാറുകയും ചെയ്യുന്നത്. പക്ഷേ ഇന്ന് ലോകത്ത് പരിഷ്കൃത സമൂഹങ്ങളിലൊക്കെ അത്തരത്തിലുള്ള പെരുമാറ്റമൊന്നും നമുക്ക് എവിടെയും കാണാൻ കഴിയില്ല എന്ന് മാത്രമല്ല, അങ്ങനെ പെരുമാറിക്കഴിഞ്ഞാൽ അധ്യാപകനൊക്കെ അകത്താവും. അതാണ് യൂറോപ്പിലോ അമേരിക്കയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത്. കുട്ടികളോടൊന്ന് ഷൗട്ട് ചെയ്യുക അല്ലെങ്കിൽ കുട്ടികളോട് എന്തെങ്കിലും ഒന്ന് കുട്ടികളെ വേദനിപ്പിക്കുന്ന തരത്തിൽ ഒരു ശബ്ദമുണ്ടാക്കുക പോലും ചെയ്താൽ ആ അധ്യാപകൻ പിറ്റേന്ന് ജയിലിലാവും. അതാണ് അവിടുത്തെ രീതി. അതിനനുസരിച്ച് കുട്ടികളുടെ വ്യക്തിത്വത്തിലുള്ള മാറ്റവും നമുക്ക് പ്രകടമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, പാരൻറ്റിങ്ങിലുള്ള അശാസ്ത്രീയതയെക്കുറിച്ചും മനഃശാസ്ത്ര വിരുദ്ധതയെക്കുറിച്ചുമൊക്കെയുള്ള ഒരു അവബോധം നമുക്ക് ഈ തലമുറകളിലൂടെയുള്ള അനുഭവങ്ങളിലൂടെ നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നത് പുതിയ തലമുറ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഇനി ഇതുപോലുള്ള പ്രശ്നങ്ങൾ അല്ല പുതിയ തലമുറ നേരിടേണ്ടി വരിക, മറിച്ച് പുതിയ കാലഘട്ടത്തിലെ പുതിയ കുട്ടികളുടെ അനുഭവങ്ങളും അവരുടെ മുമ്പിലുള്ള സാഹചര്യങ്ങളും വളരെ വ്യത്യസ്തമാണ് എന്നതുകൊണ്ട് അതിനെ എങ്ങനെയാണ് മനഃശാസ്ത്രപരമായി കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള ശാസ്ത്രീയമായ അറിവാണ് ഇനി രക്ഷിതാക്കൾക്കും അധ്യാപക സമൂഹത്തിനുമൊക്കെ നമ്മൾ നൽകേണ്ടത്. അതിന് വളരെയധികം അറിവ് നേടേണ്ടതുണ്ട്. ഇത്തരം വിഷയങ്ങളിൽ വളരെ വിദഗ്ധമായിട്ടുള്ള അറിവ് നേടിയ മനഃശാസ്ത്ര വിദഗ്ധരുടെയൊക്കെ സഹായത്തോടു കൂടി അധ്യാപകർക്കും കുട്ടികളെ കൈകാര്യം ചെയ്യുന്നവർക്കും എല്ലാം കൃത്യമായ പരിശീലനങ്ങളാണ് നമ്മുടെ സമൂഹം ഇനിയും നൽകേണ്ടത്. ഈ ഒരു തിരിച്ചറിവാണ് എനിക്ക് എൻ്റെ ഈ ഒരു അനുഭവ വിവരണത്തിലൂടെ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് വയ്ക്കാനുള്ളത്. മറ്റൊരു കുട്ടിക്കാല അനുഭവമായിട്ട് അടുത്ത ഒരു എപ്പിസോഡിൽ വീണ്ടും നമുക്ക് കാണാം.